നമസ്കാരം. നമസ്കാരം സാറ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ട് ആ ഇത് ഒരു സംഭവത്തിൻ്റെ അതെ ഒരു ഡീറ്റെയിൽ പറയണമെന്ന്. ഐ ആം മാധവൻ നമ്പൂതിരി ഫ്രം പയ്യന്നൂർ. കഴിഞ്ഞ 34 വർഷമായിട്ട് ഞാൻ പെരളയിലാണ് താമസം. ഞാൻ ഇവിടെ പ്രൈമറി ടീച്ചറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി 2 വർഷമായി. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം ഒരു ബ്രാഹ്മണ ഗ്രാമമായിട്ടുള്ള പയ്യന്നൂരിനടുത്തുള്ള കൈതപ്രം ഗ്രാമമാണ്. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെയൊക്കെ മഹാഭാഗ്യം പോലെ അവിടെ സോമയാഗം നടന്നു. രണ്ട് വർഷം മുമ്പ് സോമയാഗം നടന്നിരുന്നു. അപ്പോൾ കൈതപ്രം എന്നുള്ള ആ ഗ്രാമം യാഗഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്, യജ്ഞഭൂമിയായിട്ട് മാറിയിരിക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ശ്രീ ചന്ദ്രശേഖര ഭട്ട് ഏറ്റെടുക്ക ഇദ്ദേഹം പറഞ്ഞപ്പോൾ യാഗഭൂമിയിലെ മൃത്തിക, അതുപോലെ മണ്ണ് വേണം, അതുപോലെ ജലം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുണ്ട്. അങ്ങനെ ഇന്നലെ തന്നെ ഞാൻ യാഗഭൂമിയിലുള്ള ആ മണ്ണ്, അതുപോലെ അവിടുത്തെ വണ്ണാത്തിപ്പുഴ എന്ന ആ പുഴയുടെ പേര്, ആ വണ്ണാത്തി യാഗഭൂമിയിലൂടെ ഒഴുകുന്ന പുഴയാണ്. അപ്പോൾ അവിടുത്തെ ജലവും നദീജലം അതും കൂടി ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബ്രഹ്മകലശത്തിനായിട്ടും എല്ലാറ്റിനും പുണ്യമായിട്ടുള്ള മണ്ണ്, പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് മണ്ണും ജലവും. പൃഥിവ്യ തേജോ വായു ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. അതിൽ മണ്ണും ജലവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതം കഴിക്കുന്നത് ഈ മണ്ണിലാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ പൃഥിവി അല്ലെങ്കിൽ ഭൂമിക്ക് അതിൻ്റേതായിട്ട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ മണ്ണും ജലവും ഇവിടെ ശേഖരിച്ച് ശ്രീ ചന്ദ്രശേഖര ഭട്ടിനെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാ ഗംഗേശ യമുനേശൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. നമ്മളെപ്പോഴും പ്രത്യേകിച്ച് ബ്രാഹ്മണ കർമ്മങ്ങളിൽ നമ്മുടെയൊക്കെ തറവാടുകളിലെ പൂജയ്ക്ക് ആദ്യം തീർത്ഥം ഉണ്ടാക്കുന്നത് ഈ ശ്ലോകത്തോട് കൂടിയിട്ടാണ്. എന്ന് വെച്ചാൽ കർമ്മക്ഷേത്രമായിട്ടുള്ള പുണ്യഭൂമിയായിട്ടുള്ള ഭാരതത്തിൻ്റെ എല്ലാ നദികളുടെയും ജലം ഒന്നു തന്നെയാണ് എന്നുള്ള വലിയൊരു സങ്കല്പം, മഹാസങ്കല്പമാണ്. ഗംഗാജലം ആവട്ടെ, കാവേരി ജലം ആവട്ടെ, യമുനാ ജലം ആവട്ടെ, എല്ലാറ്റിനെയും നമ്മൾ നമ്മുടെ ആ പൂജാപാത്രത്തിലേക്ക് ആവാഹിക്കുന്ന വളരെ വിശുദ്ധമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ആ ഒരു സങ്കല്പം, ഒരു മഹാസങ്കല്പം. ഇതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത് മുഴുവനും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ്. നമുക്ക് കൃത്രിമമായിട്ടുള്ള യാതൊരു സങ്കല്പങ്ങളും ഇല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ. അത് പ്രകൃതിയുമായിട്ട് അഭേദ്യമായ ബന്ധം നമ്മുടെ സനാതനധർമ്മത്തിനും നമ്മുടെ കർമ്മങ്ങൾക്കും എല്ലാറ്റിനും ഉണ്ട്. പ്രത്യേകിച്ച് ക്ഷേത്ര സംസ്കാരം എന്ന് പറയുന്നതിലും ഈ ഒരു പ്രാധാന്യം നമുക്ക് കാണാം. നമ്മുടെ ജീവിത രീതി തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവ്യമായിട്ടുള്ള ജന്മം കിട്ടിയവരാണ് മനുഷ്യരെല്ലാവരും. മനുഷ്യജന്മം തന്നെ വളരെ ദിവ്യമായിട്ടുള്ള ജന്മമാണ്. നമുക്കാർക്കും ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമ്മുടെ മനുഷ്യൻ്റെ അത്യാർത്തി കൊണ്ടല്ല, നമ്മുടെ സങ്കല്പങ്ങൾക്ക് ചില ദോഷങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് നമ്മളെപ്പോഴും പ്രകൃതിയിൽ തന്നെ ആ പ്രകൃതി ജീവനമാണ് നമ്മുടെ എല്ലാ സംസ്കാരവും. ക്ഷേത്ര സംസ്കാരമായാലും എല്ലാം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ഉത്കൃഷ്ടമായ കർമ്മങ്ങളിൽ നല്ല വിചാരം ചെയ്തിട്ട് നമുക്ക് മുന്നേറാം. സംസ്കാരത്തെ വിടാതെ നമുക്ക് ജീവിക്കാം. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്നാണ് പറയും. അപ്പോൾ ധർമ്മം നമ്മൾ ചെയ്യണം. ആ ധർമ്മത്തെ നമ്മൾ നശിപ്പിച്ചാൽ ആ ധർമ്മം നമ്മളെയും നശിപ്പിക്കും എന്നുള്ള അത് പ്രകൃതി തത്വമാണ്. അതുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ധർമ്മപാതയിലൂടെ മാത്രം നമുക്ക് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം. നമസ്തേ. അപ്പോൾ ധർമ്മ
സംരക്ഷണമാണ് ഓരോ ഹിന്ദുവിൻ്റെയും കർത്തവ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ചെറിയ ക്ഷേത്രമാവട്ടെ വലിയ ക്ഷേത്രമാവട്ടെ അവിടെ ബ്രഹ്മകലശവും പുനഃപ്രതിഷ്ഠയും ഒക്കെ നടക്കാറുണ്ട്. ചിലപ്പോൾ 12 കൊല്ലത്തിലൊരിക്കലായിരിക്കും പുനഃപ്രതിഷ്ഠ, ആ രീതിയിലാണ് അഷ്ടബന്ധ കലശമാണെങ്കിലും. പക്ഷേ പിന്നെ ഇന്നിപ്പോൾ ഏത്തടുക്ക സദാശിവ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ബ്രഹ്മകലശത്തിന് മുന്നോടിയായിട്ട് അപ്പോൾ ഇത്ര വലിയ ഒരു ത്യാഗം തന്നെ ഒന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടുണ്ടെങ്കിലും പുണ്യനദികളിലെ ജലം അതുപോലെ യാഗഭൂമിയിലെ മണ്ണും നമ്മൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, നമ്മുടെ ധർമ്മത്തിൻ്റെ പാത കുറച്ച് ദുർഘടമായിരിക്കും. ചിലപ്പോൾ ദുർഘടമാണെങ്കിലും പിന്നെ അത് അത്രത്തോളം നല്ല മനസ്ഥിതിയോട് കൂടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കിപ്പം ബ്രഹ്മകലശം എല്ലാ സ്ഥലത്തും നടക്കാറുണ്ട്, പക്ഷേ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ബാക്കിൽ അത്രത്തോളം ത്യാഗമുണ്ട്, കഠിന പ്രയത്നം ഉണ്ട് എന്നുകൂടി നമ്മൾ അറിയേണ്ട വിഷയമാണ്. നമസ്തേ. നമസ്കാരം. താങ്ക് യു സർ. നമസ്തേ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്